ബാക്ക് ടു ഫെറൽ കപ്പിൾ. അപ്പം ഗൈസ് നമ്മളിപ്പോൾ ഉള്ള കടുമ്പ് പാറയിലാണ് കേട്ടോ. തിരുവനന്തപുരം സിറ്റിക്കകത്ത് നിന്ന് ഏകദേശം 20 കിലോമീറ്റർ മാറിയാണ് ഈ പ്ലേസ്. നമ്മളിങ്ങനെ വീട്ടിൽ പോസ്റ്റായിട്ടൊക്കെ ഇറങ്ങിയതാണല്ലേ. നമുക്ക് വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 5-6 കിലോമീറ്ററിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ നമ്മളിങ്ങനെ പോസ്റ്റ് അടിച്ച് എങ്ങോട്ടെങ്കിലും പോകാനുള്ള വിചാരിച്ചിരുന്നപ്പോഴാണ് അടുത്തുള്ള ലൊക്കേഷൻ കടുമ്പ് പാലം ഉണ്ടല്ലോ, അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ്. ഇപ്പം സമയം ഏകദേശം 5:30 ആയല്ലേ. അപ്പം ഗൈസ് ചെറിയൊരു ആംബിയൻസ് ഉള്ള പ്ലേസാണ് കേട്ടോ. നിങ്ങൾ ഓവറായിട്ട് എക്സ്പെക്റ്റ് ചെയ്ത് വരല്. അതിന് വേണ്ടിയൊന്നുമില്ല, എന്നാലും നിങ്ങൾക്ക് സിറ്റിയിലെ തിരക്കിൽ നിന്നൊക്കെ മാറി ചെറിയ കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ ഇരിക്കാൻ പറ്റിയ സ്ഥലമാണ്. വേറെ ശല്യമൊന്നുമില്ല, ലോക്കൽസിനെ കൊണ്ടോ ശല്യമൊന്നുമില്ല. രാവിലെ ഞാനും ഇതുവരെ വന്നിട്ട് ഇതുവരെ മഞ്ഞൊന്നും കണ്ടിട്ടില്ല. രാവിലെ ഇങ്ങനെ ഇപ്പം ചെറിയൊരു ക്ലൗഡ് ഉണ്ടോ കേട്ടോ, ചെറിയ രീതിയിൽ. അതുകൊണ്ട് ഡിസംബർ മാസത്തിൻ്റെ ആവാം. അപ്പം ഗൈസ് എന്തായാലും നിങ്ങൾ ഈ സ്ഥലത്തിൻ്റെ വീഡിയോ ഓവറോൾ നിങ്ങൾ കണ്ടോ. ഗൈസ് നമ്മൾ കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് പോവാണ് കേട്ടോ. ചേട്ടായി വണ്ടിയായിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ട്. പിന്നെ നമ്മൾ സൺസെറ്റ് ഒക്കെ കഴിഞ്ഞെന്നാണ് തോന്നുന്നത്, അതോ മേഘം മൂടി നിൽക്കുന്നതാണോ എന്നൊന്നും അറിഞ്ഞുകൂടാ. അവിടെ ഇഷ്ടംപോലെ ബോയ്സ് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ബൈക്കേഴ്സിനൊക്കെ ഇവിടെ ബൈക്കൊക്കെ വെച്ചിട്ട് വീഡിയോസ് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും. ഇപ്പോൾ വേറെ എവിടെയെങ്കിലൊക്കെ പോവുകയാണെങ്കിൽ അങ്ങനെ അലൗഡ് അല്ലെന്ന് തോന്നുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെ ഒരിടത്തും അങ്ങനെ ബൈക്കൊന്നും എന്ത് പറയുന്നു, ബൈക്കൊന്നും കൊണ്ടുപോകാൻ താമസിക്കത്തില്ല. പക്ഷേ ഇവിടെ അങ്ങനെയൊന്നുമില്ല. ഇവിടെ ഇതിനെ ചോദിക്കാനും പറയാനൊന്നും ആരുമില്ല. ലോക്കൽസിനെ കൊണ്ട് ശല്യമില്ല. നമ്മൾ ബൈക്കൊക്കെ ഉണ്ടോ, എല്ലാവരും ബൈക്കൊക്കെ അങ്ങ് കൊണ്ടുവച്ചിരിക്കുന്നുണ്ടോ. നമ്മൾ കൊണ്ടുവരുന്ന വണ്ടി ഏതാണോ നമുക്ക് അതിവിടെ കൊണ്ടുവരാനുള്ള പെർമിഷനൊക്കെ ഉണ്ട്. ഈ പാറയിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ശാസ്താംപാറ കാണാം കേട്ടോ. അതാണ് ശാസ്താംപാറ. നിങ്ങൾക്ക് എത്രത്തോളം ക്ലിയർ ആകുമെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ നമുക്കിവിടെ നിന്ന് ഒരു ഇത് ക്ലിയറായിട്ട് കാണാം. ആ ശാസ്താംപാറയിലെ ആ ചെറിയ ഒരു ഗോരം പോലത്തെ സംഭവമൊക്കെ നമുക്കിവിടെ നാടികളിട്ട് കാണാം കേട്ടോ. ഇതേപോലെ സ്ഥലം തന്നെയാണ് ശാസ്താംപാറയും. ശാസ്താംപാറയിൽ അത്ര ഒരു ആംബിയൻസ് ഇല്ലെങ്കിലും എന്നാലും ഈ സ്ഥലവും പൊളിയാണ്. ഇപ്പം ഇതിൻ്റെ താഴോട്ടുള്ള വ്യൂ ഇപ്പം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ താഴോട്ടുള്ള വ്യൂ. അതെല്ലാം കൃഷി സ്ഥലമാണ് കേട്ടോ താഴോട്ടൊക്കെ കൂടുതലും. നേരിട്ട് കാണാൻ പൊളിയാണ്, പക്ഷേ നിങ്ങൾക്ക് വീഡിയോയിലൂടെ എത്രത്തോളം അത് ക്ലിയർ ആകുമെന്ന് എനിക്കറിയത്തില്ല. ഏകദേശം ചെറിയൊരു ക്ലൗഡും കൂടെ ഉള്ളതുകൊണ്ടേ വീഡിയോയിൽ ചിലപ്പോൾ അത് ക്ലിയർ ആവണമെന്നില്ല. എന്തായാലും നിങ്ങൾക്കൊരു ഈവനിങ് ടൈമിലോ മോർണിംഗ് ടൈമിലോ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാം. ഒരിക്കലും ഇവിടെ വന്നത് ഒരു വേസ്റ്റായിട്ടുള്ള ടൈമായിട്ട് നിങ്ങൾക്ക് തോന്നത്തില്ല. നമ്മൾ ഇവിടെ ഒത്തിരി തവണ വന്നിട്ടുണ്ട്. എന്നാലും ഈ സ്ഥലത്തിനെ കുറിച്ച് എന്താണ് നിനക്ക് പറയാനുള്ളത്? നമ്മൾ ഒത്തിരി തവണ വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ചെറിയ വ്ളോഗായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ പറഞ്ഞു, എന്താണ് എൻ്റെ അഭിപ്രായം? മെയിനായിട്ട് വലിയ ശല്യമില്ല എന്നാണ് എൻ്റെ വിശ്വാസം. നമ്മളിതുവരെ വന്നിട്ടുള്ള സമയത്തൊന്നും ആരെ കൊണ്ടൊരു ശല്യമില്ലായിരുന്നു സ്ഥലത്ത്. സാധാരണ ചില സ്ഥലങ്ങളിൽ ലോക്കൽസിനെ കൊണ്ടൊക്കെ ശല്യം കാണും. കപ്പിൾസായിട്ടൊക്കെ വന്നിരിക്കുമ്പോൾ ചില ആൾക്കാർക്കത് പിടിക്കത്തില്ല. പക്ഷേ ഇവിടെ അങ്ങനെയൊന്നും ഇതുവരെ എനിക്ക് അനുഭവം ഉണ്ടായിട്ടില്ല. നമ്മൾ കുഞ്ഞാവുന്ന മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട് അല്ലേ. പക്ഷേ ഒരുപാട് തവണ വന്നിട്ടുണ്ട്, പക്ഷേ അപ്പോഴും നമുക്ക് വേറെ പ്രോബ്ലം ഒന്നുമില്ലല്ലേ ഗെയ്സ്. അപ്പം സമയം ഏകദേശം 6 മണിയായി. ചെറിയൊരു ഇരുട്ടൊക്കെ വീണ് തുടങ്ങി കേട്ടോ. നമ്മൾ വന്നപ്പോൾ അങ്ങനെ തിരക്കൊന്നുമില്ല. നമ്മൾ ഏകദേശം 5 മണിക്കാണ് വന്നത്, അപ്പോൾ തിരക്കൊന്നുമില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു 6 മണിയായപ്പോഴത്തേക്കും ഒത്തിരി ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടോ. എല്ലാവരും ഓരോ സ്ഥലത്ത് ഇങ്ങനെ വൈബ് പിടിച്ചിരിക്കുന്നുണ്ട്. ചെറിയൊരു കാറ്റുണ്ട് 6 മണിയായപ്പോൾ തന്നെ. ചെറിയൊരു കാറ്റും ചെറിയൊരു തണുപ്പൊക്കെ ഉണ്ട്. അത് ഡിസംബർ മാസത്തിൻ്റെ ആവാം ഈ ചെറിയൊരു തണുപ്പ്. അല്ലാത്ത സമയത്ത് തണുപ്പൊന്നും പ്രതീക്ഷിച്ച് വരണ്ട. പിന്നെ ചെറിയൊരു ക്ലൗഡും ഉണ്ട് കേട്ടോ. അത് ഇങ്ങനെ നിങ്ങൾക്ക് വീഡിയോയിൽ എത്രത്തോളം ക്ലിയർ ആവുമെന്ന് അറിയത്തില്ല. അതാണ് ഞാൻ വീണ്ടും എടുത്ത് പറയുന്നത്. നമുക്ക് നേരിട്ട് കാണാൻ അത് നൈസായിട്ട് ഒരു ആംബിയൻസ് ആണ്. ആ ചെറിയ ക്ലൗഡ് ഇങ്ങനെ കണ്ടോ, അവിടെ എല്ലാം ക്ലൗഡാണ്. പിന്നെ ഒത്തിരി സ്ഥലമുണ്ട് കേട്ടോ. ഇങ്ങോട്ട് നിങ്ങൾക്ക് മാറിയിരിക്കാനൊക്കെ ഒത്തിരി സ്ഥലമുണ്ട്. ആരും ഡിസ്റ്റർബ് ചെയ്യത്തില്ല. നിങ്ങൾ
നമ്മൾ ഇൻട്രോ എടുത്ത സ്ഥലത്തു നിന്ന് തന്നെ നടന്ന് വരാൻ ഒത്തിരി ഉണ്ട്. പക്ഷേ നമുക്ക് ആ ഇൻട്രോ എടുത്ത സ്ഥലത്തു നിന്ന് കാണുമ്പോൾ തോന്നും കുറച്ച് സ്ഥലമുള്ളൂ തോന്നും. പക്ഷേ ഇങ്ങോട്ട് നടന്ന് വരാനൊക്കെ ഒത്തിരി സ്ഥലമുണ്ട്. ഇങ്ങോട്ട് ഒത്തിരി ഇങ്ങോട്ടൊക്കെ മാറിയിരിക്കാനൊക്കെ പറ്റും. അവിടെയൊക്കെ ആൾക്കാരിരിക്കുന്നുണ്ട്. അതൊന്നും ഫോണിലെടുക്കുന്ന വ്ളോഗായതുകൊണ്ട് തന്നെ അതൊന്നും ക്ലിയർ ആവണമെന്നില്ല. കണ്ടോ, താഴോട്ടൊക്കെ പൊളിയാണ് പോയിരിക്കാൻ. പിന്നെ ഇതിൻ്റെ സൈഡിലേക്ക് ഇങ്ങനെ മരങ്ങളാണ് കേട്ടോ, ഫുള്ള് മരങ്ങളാണ്. പിന്നെ അവിടെ വീടുണ്ട്, ആ സൈഡിലൊക്കെ വീടുണ്ട്. ഞാനും ഫെയർലി അവിടെ ഇരിക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും അങ്ങോട്ട് പോവാം. രണ്ടുപേരും കൂടെ അങ്ങനെ വൈബൊക്കെ അടിച്ചിരിക്കുകയാണല്ലേ. ഞാനേ ഹായ്, പോവാമോ? പോവാം, വീട്ടിൽ പോവാം. അവിടെ എന്തോ ഒരു ബൈക്ക് പോണ സൗണ്ട് കേട്ടാൽ അങ്ങോട്ട് നോക്കിയതാണ്. ബൈക്കിൻ്റെ സൗണ്ട് കേട്ടാൽ അപ്പോഴവൻ വെട്ടിത്തിരിഞ്ഞ് നോക്കും അല്ലേ. ഇപ്പോഴേ ബൈക്കിനോടൊക്കെ ഭയങ്കര താല്പര്യമാണ്. അപ്പം നമ്മൾ മിനി ബ്ലോഗ് ഇത്രയേ ഉള്ളൂ. നമുക്കിനി പോവാല്ലേ. ഇപ്പം ഗൈസ് വേറെ ഒന്നുമില്ല, നമ്മളെ ഇന്നത്തെ ചെറിയൊരു കുഞ്ഞു ബ്ലോഗാണ്. അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് ചെയ്യുക. ബൈ ഗൈസ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ പോകാമെന്ന് വിചാരിച്ചപ്പോൾ ഉണ്ടോ ആകാശത്ത് ഇങ്ങനെ റെഡ് ഷെയ്ഡ് വന്നു കേട്ടോ. പൊളിയാണ് കേട്ടോ അത് കാണാൻ, ഫുള്ളുണ്ട് കണ്ടോ. എന്തായാലും അത് കൊള്ളാം, നൈസ് ഒരു ആംബിയൻസ് ആണ് കേട്ടോ. ഇങ്ങനെ പോവാമെന്ന് വിചാരിച്ച് ഇങ്ങനെ എണീറ്റ് ഇങ്ങനെ നടന്നു വരികയാണ്. അപ്പോഴാണ് നമ്മളിത് കണ്ടത്. എന്തായാലും പൊളി, ഒരു രക്ഷയില്ല.